പ്രതീകാത്മക ശവസംസ്കാരം നടത്തി എസ്.എഫ്.ഐയുടെ കാർത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാലടി സർവകലാശാല വി.സി. സിസ തോമസിന്റെ കോലമാണ് സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ എത്തിച്ച അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അധ്യാപികയുടെ പ്രതീകാത്മക ശവസംസ്കാരം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ ബാബു, ഈ കലാലയ രാഷ്ട്രീയത്തിനപ്പുറം എസ്.എഫ്.ഐക്ക് ഇങ്ങനൊരു കാടത്ത മുഖം കൂടി ഉണ്ടെന്ന് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഒരു അധ്യാപികയുടെ ശവസംസ്കാരമാണ് നടത്തിയിരിക്കുന്നത്. നാളെ ഇവർ ഈ അധ്യാപികയും വധിക്കാൻ അതിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കില്ലല്ലോ. എന്തായിരുന്നു ഇന്ന് നടന്ന പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? അശ്വതി, ഇത് ഇന്നും ഇന്നലെയും ഒന്നും അല്ല എസ്.എഫ്.ഐയുടെ ഇത്തരത്തിലുള്ള ആഭാസ സമരം തുടരുന്നത്. 2016 പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസു ടീച്ചർക്ക് ഒരു ശവക്കല്ലറ ഒരുക്കിക്കൊണ്ട് എസ്.എഫ്.ഐ ഒരു സമരം നടത്തിയിരുന്നു. അതിന് സമാനമായിട്ട് തന്നെയാണ് ഇങ്ങിപ്പുറത്ത് 10 വർഷം പിന്നിടുമ്പോൾ കാലടി സംസ്കൃതം സർവകലാശാലയിലെ വി.സി. ആയിട്ടുള്ള സിസ തോമസിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാര ചടങ്ങുകൾ നടത്തിക്കൊണ്ട് എസ്.എഫ്.ഐ ചെയ്തിട്ടുള്ളത്. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടയിലായിരുന്നു എസ്.എഫ്.ഐ പ്രവർത്തകർ ആ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ബിൽഡിങ്ങിന്റെ പുറത്ത് ഇത്തരത്തിൽ സിസ തോമസിന്റെ കോലം വെച്ചുകൊണ്ട് അതിൽ ക്രൈസ്തവ ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടത്തുകയും അലമുറയിട്ട് പെൺകുട്ടികളടക്കം കരയുകയും പറയുകയൊക്കെ ചെയ്യുന്നു. അതായത് ഒരു സംസ്കാരം ചടങ്ങ് നടത്തുന്ന വിധം ഏത് വിധത്തിലാണോ ആ രീതിയിലൊക്കെ തന്നെ, അതും സിസ തോമസ് ക്രിസ്ത്യനായതുകൊണ്ടാണ് ക്രൈസ്തവ ആചാരപ്രകാരം അത്തരത്തിലുള്ള ഒരു സംസ്കാര ചടങ്ങ് നടത്തിയത്. മാത്രമല്ല, ഒരു മരണ വീട്ടിൽ എങ്ങനെയാണോ അലമുറയിട്ട് കരയുന്ന ആ രീതിയൊക്കെ തന്നെ പുനഃസൃഷ്ടിച്ചു കൊണ്ടായിരുന്നു ഈ ഒരു സമരം എസ്.എഫ്.ഐ നടത്തിയത്. ഇതിൽ സിസ തോമസിന്റെ അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതിയാണ് എസ്.എഫ്.ഐ നടത്തിയത്. വനിതാ വി.സി. അടക്കം കയ്യേറ്റം ചെയ്ത നടപടി അപലപനീയം എന്നാണ് റോജി എം ജോൺ പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല, സിസ തോമസ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. മാത്രമല്ല, ഈ കാലടിയിൽ കഴിഞ്ഞ ദിവസം എസ്.എഫ്.ഐ നടത്തിയ സമര രീതി അത് ശരിയല്ലാത്തൊരു സമര രീതിയാണ് നടത്തിയതെന്നും ഉചിതമായിട്ടുള്ള നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് സിസ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട് അശ്വതി. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാലടി സർവകലാശാലയിൽ നിരന്തരമായിട്ട് എസ്.എഫ്.ഐ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒപ്പം തന്നെ എസ്.എഫ്.ഐക്ക് കിട്ടിക്കൊണ്ടൊരു സ്വാതന്ത്ര്യം, അതൊക്കെ തന്നെ ചില നിയന്ത്രണങ്ങൾ സിസ തോമസ് ഉൾപ്പെടെയുള്ളവർ എടുത്തിരുന്നു. അതിൽ ഉള്ള ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് സിസ തോമസിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എസ്.എഫ്.ഐ നടത്തി വന്നിരുന്ന പ്രതിഷേധ സമരങ്ങളൊക്കെ തന്നെ. തീർച്ചയായും രേഷ്മ, അത് തന്നെയാണ് ഈ വാർത്ത കൂടുതൽ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.